അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസും ഉമ്മയും റോസ് ഗാർഡൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ പരസ്പരം സംസാരിക്കാനുണ്ട്. പക്ഷേ ഷമ്മാസ് അത് എങ്ങനെ ഉമ്മയോട് പറയും എന്നുള്ള രീതിയിലാണ്. എങ്കിലും അവൻ പറഞ്ഞൊപ്പിച്ചു. ഉമ്മ, ഉമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അത് ഉമ്മക്ക് ഇഷ്ടപ്പെടുമോ? മോനെ, എന്ത് കാര്യമാണ്? അല്ലെങ്കിലും നീ കുറച്ച് ദിവസമായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. പക്ഷേ നീ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അവിടെയും ഇവിടെയും തൊടാത്തൊരു സംസാരവും ഒക്കെ ആയിട്ട് ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ, എന്തുണ്ടെങ്കിലും തന്നെ നീ എന്നോട് തുറന്ന് പറയണമെന്നുള്ളത്. ഉമ്മ, അത് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റേതായ നിലക്കുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് കൂളായി പറയാം. പക്ഷേ സാധാരണത്തെ രീതിയിലല്ലാത്ത എന്തെങ്കിലും വ്യത്യസ്തത വരുന്ന കാര്യങ്ങൾ ഉമ്മയോടൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതല്പം പ്രയാസമാണമ്മ. അതാണ് ഉമ്മയോട് ഞാനിങ്ങനെ പറയുന്നത്. മോനെ, എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എന്താണ് അതിൻ്റെ പൊരുൾ, എന്താണ് എൻ്റെ കുട്ടിക്ക് പറയാനുള്ളത്, നീ ഉമ്മാനോട് പറയാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്താ ഉമ്മ, ഞാൻ പറയാം. അല്ലാതെ എനിക്ക് ആരോടാണ് പറയാനുള്ളത്? എൻ്റെ ഉമ്മയല്ലേ എനിക്കിപ്പോൾ ഉള്ളൂ. എൻ്റെ ഉപ്പ മരിച്ചു പോയില്ലേ. മോനെ, എന്താടാ അതിനത്രയും പറയാനായിട്ടുള്ളത്? നീ എന്തുണ്ടെങ്കിലും പറയും. ഉമ്മ, ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോനെ, നീ സത്യം പറയാണോ? അന്നൊക്കെ നീ പറഞ്ഞ. ഉമ്മ, ഞാൻ പറയാം. അതെ, ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ തെറ്റായ രീതിയിലുള്ള വെറുതെ ഒരു ഇഷ്ടപ്പെടൽ മാത്രമല്ല ഉമ്മ. എൻ്റെ മനസ്സിലേക്ക് അവൾ വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയി. മോനെ, ആരാണടാ അത്? ഉമ്മ, അത് ആരാണെന്നോ എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്തടാ? അത് പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്തായാലും ഞെട്ടിപ്പോകും. ഒരിക്കലും എൻ്റെ ഉമ്മ അതിന് സമ്മതിക്കില്ല. കാര്യം പറയാം മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ല തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. ഉമ്മ, അത് അല്ലെങ്കിൽ വേണ്ട, അത് പിന്നെ പറയാം. ഉമ്മയുടെ സമാധാനം രാവിലെ തന്നെ ഞാൻ നഷ്ടപ്പെടുത്തണോ? എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഷാമോനെ, എന്നെ നീ ഒന്നുകൊണ്ട് വിഷമിപ്പിച്ചിട്ടില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിനക്കിതൊക്കെ എന്നോട് തുറന്ന് പറയാനും മടി അല്ലേ? നീ വിഷമിക്കണ്ടടാ, നീ പറയേ. ഈ ഉമ്മ ഉണ്ടല്ലേ കേൾക്കാൻ, പറയേ. ഷമ്മാസ് സെറ്റാക്കിയ ആ ഒരു ഊഞ്ഞാലിൽ ഉമ്മയെ ഇരുത്തി ഷമ്മാസ് മെല്ലെ ആട്ടിക്കൊടുത്തു. മോനെ, നീ എന്നെ വല്ലാതെ അങ്ങ് സോപ്പിട്ട് സുഖിപ്പിക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയും. എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കട്ടെ ഉമ്മാൻ്റെ അടുത്ത്. ഉമ്മ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ്, എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയ ആ പെണ്ണ്, അവളുടെ മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാടാ നീ ഇഷ്ടപ്പെടുക? ആഹാ, ഇത് കൊള്ളാലോ. എല്ലാവരും പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവരുടെ കണ്ണും മോറൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാകുമ്പോഴാണല്ലോ പരസ്പരം സമ്മതാലും കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങും ഒക്കെ. പക്ഷേ ഇതെന്താ? നോക്കാത്ത പെണ്ണിനെ, കാണാത്ത പെണ്ണിനെ നീ കെട്ട്. എന്താ ഈ പറയണത്? ഉമ്മ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പെണ്ണിൻ്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണുകൾ കണ്ടിട്ടുണ്ട് ഉമ്മ. കണ്ണുകൾ വെള്ളാരം കണ്ണു പോലെയാണ്. ആഹാ, എൻ്റെ കുട്ടി കൊള്ളാലോ. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ കാത്തു രക്ഷിക്ക് മോനെ. അങ്ങനെ ഇങ്ങനെയൊന്നും പെടല്ലോ. കാരണം മുഖമൊന്നും നോക്കാതെ നമുക്കൊന്നും പറ്റൂല. പല അസുഖങ്ങൾ കൊണ്ടും മുഖം പൊള്ളിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും നടക്കുന്നവരുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവരും ഹിജാബൊക്കെ ഇട്ട് നടക്കും. പക്ഷേ നമ്മൾ മുഖം കാണുക തന്നെ വേണം. അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ടും അത് കാണേണ്ടതാണ്. കാരണം ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. അപ്പോൾ എന്തായാലും മുഖം കണ്ടേ മതിയാവും. അല്ലാതെ എൻ്റെ കുട്ടി വിചാരിച്ച രീതിയിലൊന്നും അല്ലെങ്കിൽ പിന്നെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതല്ല ഞാൻ കണ്ടത്, ഇങ്ങനെ അറിഞ്ഞിരുന്നില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സത്യമായിട്ടും ഒക്കെ നമ്മൾ നോക്കണം എന്നുണ്ടല്ലോ നമ്മളെ ദീനിലെ. ഉമ്മ, മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലേക്കത് വല്ലാതെ അങ്ങ്. മോനെ, സാരല്ല, നമുക്ക് കാണാൻ പോയാൽ പോരെ? നിൻ്റെ ടെൻഷൻ തീർന്നില്ലേ? അതല്ലേ ഉമ്മ. പിന്നെന്താടാ, ഞാൻ പറഞ്ഞില്ലേ
നീ അന്വേഷിക്ക്, അല്ലെങ്കിൽ നിനക്ക് മടിയാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് അന്വേഷിക്ക്. വാ നമുക്ക് കാണാൻ പോവല്ലോ. എന്താ ഉമ്മ? പറയ്. അല്ല, അത് നിനക്ക് വേണമെങ്കിൽ മതി. വേണമെങ്കിൽ സാജിത്തെയും വിളിച്ചോ, നമുക്ക് ഒരുമിച്ച് പോവാം, അതായിരിക്കും നല്ലത്. എന്നാൽ ഞാൻ സാജിയെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ, ഉമ്മ പറഞ്ഞു. ഉമ്മ വേണ്ട, ഇനി നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷിക്കുക, കണ്ടെത്തുക, പെണ്ണ് കാണുക, അതൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കെട്ടിക്കൊണ്ടുവരാം. ഒന്നും നോക്കണ്ട, ദീന് നോക്കിയാൽ മതി. ദീനുള്ള പെണ്ണിനെ വേണമെന്നല്ല എൻ്റെ കുട്ടി പറഞ്ഞത്, അത് നോക്കിയാൽ മതി. ഉമ്മ അതൊക്കെ ശരിയാണ്, പക്ഷേ ഷാമോനെ ഇനി നീ ഒന്നും മിണ്ടണ്ട, ഞാൻ സാജിയെ വിളിക്കുകയാണ്. ഉമ്മ ഇപ്പോൾ വേണ്ട. ഷമ്മാസിനത് പറഞ്ഞ് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉമ്മ അകത്തേക്ക് പോയി ഫോൺ എടുത്തു. സാജി വിളിക്കുന്നു. ഹലോ. സാജിയെ, എന്തൊക്കെയേ, കുട്ടികളെവിടെ? ശരി, ലീവാണല്ലോ അല്ലേ? എന്തായിട്ട് നീ ലീവായിട്ടൊന്നും ഇങ്ങോട്ട് വരാത്തത്? വ്യാഴാഴ്ചയെങ്കിലും വന്നൂടെ, മദ്രസ ഇല്ലാത്ത ദിവസം? എനിക്ക് അവിടുത്തെ സുഖമൊന്നും ഇവിടെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കൂല്ലേ? ആയിക്കോട്ടെ. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ മോളെ, ഷാമോനൊരു പെണ്ണ് കണ്ടുവച്ചിരിക്കണ പറഞ്ഞ്. ഷാമോനോ? ഓനങ്ങനെ കണ്ടുവെക്കുമോ? എന്താടി, ഓനക്കെന്താ കണ്ടുവെക്കാനൊന്നും പറ്റൂലേ? അല്ലേ, അവനങ്ങനെ ദീനിയായി നടക്കുന്ന ഒരു ചെക്കനല്ലേ, അപ്പം പിന്നെ അവനക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂലല്ലോ. അങ്ങനത്തെ തന്നെ കണ്ടുപിടിച്ചിരിക്കണത്, അല്ലാതെ എങ്ങനെയെങ്കിലും നടക്കണോളെന്നല്ല. നല്ല ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമ്മ അത് എവിടെയാണല്ലോ? എവിടെയെന്നോ ഏതാന്നോ എന്താ ഒന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. എവിടെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ, അതിനനുസരിച്ച് നമുക്കത് പോയി നോക്കിയായിരുന്നു. ഇനി വൈകിപ്പിക്കണ്ട, അവൻ്റെ മനസ്സൊക്കെ നല്ലോണം കുടുങ്ങിക്കണേ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്, ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനതിങ്ങനെ തമാശ പറയാനിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ആക്കിയതുമില്ല. ഇന്നിപ്പോൾ ചായയുടെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളവിടെ ഇങ്ങനെ ഗാർഡനിൽ നിന്നപ്പോഴേ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും നോക്കാമല്ല, വേഗം അങ്ങോട്ട് നടത്തന്നെ കല്യാണം അല്ലേ, അതല്ല മോളെ നല്ലത്. ഉമ്മ പോയി നോക്കിക്കൊള്ളിട്ടോ. പിന്നെടേ എന്നോട് പറയാൻ, ഓന് മുഖം കണ്ടിട്ടില്ലല്ലോ പെണ്ണിൻ്റെ. പഠിച്ചോനെ, ഇവനെന്ത് ഇങ്ങനെ മുഖം കാണാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും കുഴപ്പങ്ങളോ മുച്ചറോ എന്തൊക്കെ ഉള്ള ഒന്നും നമുക്കറിയില്ലല്ലോ. ഒക്കെ നോക്കി കല്യാണം കഴിക്കണം എന്നല്ലേ. എന്നാൽ അവന് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല, അല്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പറ്റൂല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ഓരോ പെൺകുട്ടികളെ ജീവിതമല്ലേ, ഓരോല്ല വീട്ടുകാരെങ്ങനെയാ വെച്ചാൽ നോക്കി വളർത്തുന്നതായിരിക്കും. നമ്മൾ കാണാതെയും നോക്കാതെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുറ്റം കണ്ട് പിടിച്ച് അതെല്ലാവർക്കും കല്യാണത്തിന് വന്നോലും എല്ലാവർക്കും പറയാൻ ഒരു ഹേതുവായി. അങ്ങനെയൊക്കെ ആ കുട്ടീനെ എന്തിനാണ് വെറുതെ വിഷമിപ്പിക്കണേ? ശരിയാണ് മോളെ, അതന്നെ ഞാനും പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണാൻ പോവുകയല്ലേ ഉമ്മ? ഞാൻ എപ്പോഴാണ് വരേണ്ടത് പറയട്ടോ. ഞാൻ അവനോട് ചോദിച്ചു നോക്കട്ടെ. പിന്നെ സ്ഥലം ഒക്കെ കണ്ടുപിടിക്കണ്ടേ, അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റില്ലല്ലോ. ഓനൊന്ന് കണ്ടു വിചാരിച്ചിട്ട് സിറ്റുവേഷനും കാര്യങ്ങളും. ഓൻ പറഞ്ഞിട്ട് സാമ്പത്തിക ശേഷി ഒന്നും നോക്കണ്ട, എനിക്കും അതിൻ്റെ താല്പര്യം, ദീന് നോക്കിയാൽ മതി എന്ന് ആദ്യേ പറഞ്ഞേക്കണ്. നമുക്ക് കുട്ടിക്ക് ഇടാനുള്ള കല്യാണത്തിൻ്റെ മുഴുവൻ ചിലവും കല്യാണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഓൻ വഹിച്ചോളാന്ന് പറഞ്ഞേക്കണ്. അപ്പം നമുക്ക് സാമ്പത്തികമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടി നമ്മളെ വീട്ടിലേക്കല്ലേ വരുന്നത്, അവൾക്കൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല. നല്ല ഹയറായൊരു കുട്ടിയായാൽ മതി, അത് മാത്രമുള്ള ആഗ്രഹം. ഉമ്മ നിങ്ങൾക്കിപ്പോൾ 2 മരുക്കൾ വീട്ടിലുണ്ടല്ലോ അല്ലേ, എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് വല്ല ഉപകാരമുണ്ടോ? മോളെ ഒന്നും പറയണ്ട, ഒക്കെ ശരിയായി തുടങ്ങിയിരിക്കണേ, ഒക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ലാ. എന്തായാലും ഇവൻ്റെത് പഠിച്ചവനെ നല്ലൊരു സ്വാലിഹായ ഒരു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു. ഉമ്മാക്ക് പെട്ടെന്ന് ധൃതിയായി. ഉമ്മ എളാമയോടൊന്ന് വിളിച്ചു പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഷമ്മാസ് അങ്ങോട്ടെത്തി. ഉമ്മ ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടില്ല. മോനെ ഇനി എന്ത് കേൾക്കാനാ, ഒക്കെ റെഡിയാണ്, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. എൻ്റെ മനസ്സിൽ, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ ഏതൊരു പെണ്ണിനെയാണ് ഇഷ്ടപ്പെട്ടത് അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉമ്മ നടത്തി തരുന്നേ. ഇനിയിപ്പോൾ ഒന്ന് കാണാൻ പോകൽ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എൻ്റെ കുട്ടി ഒന്ന് കാണാൻ പോകണം കുട്ടീനെ. അങ്ങനെ കാണാൻ പോയിട്ട് എൻ്റെ കുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് നമുക്ക് വേഗം കല്യാണം ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. ഉമ്മ അത് ഇപ്പോൾ തന്നെ വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. എന്താ മോനെ ഈ അങ്ങനെയൊക്കെ പറയണേ? ഇപ്പോൾ തന്നെ വാസം പെണ്ണുങ്ങളും കുട്ടികളും ഇനി ഇപ്പം പോകും, എല്ലാവരും എൻ്റെ കല്യാണത്തിന് കാത്തുക്കുകയാണ്. അതാണ്ട് കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഓൽക്കൊക്കെ? അപ്പം അതിന് മുമ്പ് തന്നെ നമുക്ക് വേഗം റെഡിയാക്കാം. ഇനിയിപ്പോൾ ഓരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം.
ഉമ്മ പറയാനായിട്ടില്ല. ഉമ്മയോടൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഉമ്മ അത് കേൾക്കാൻ എന്താ മോനെ നീ കേൾക്കാനുള്ളത് എന്നപ്പം നീ പറയും. ഉമ്മ ഞാൻ ഷമ്മാസിനത് എങ്ങനെ പറയണം എന്നറിയുന്നില്ല. ഉമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മോൻ ചോദിക്ക്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു എന്ന് ഉമ്മക്കറിയോ? മോനെ 25 വയസ്സിലല്ലേ? ഉമ്മ എനിക്ക് 25 ആയിട്ടില്ലല്ലോ. എനിക്കിപ്പോൾ 23 വയസ്സ്. ഇനിയിപ്പോൾ 24 2 വർഷം കൂടെ നബിയുടെ മാതൃകക്ക്. എനിക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. ഞാൻ കരുതി അങ്ങനെയൊക്കെയാണ്. പക്ഷേ മനസ്സിനുള്ളിലേക്ക് വല്ലാതെ അങ്ങ് ഒരു ആഗ്രഹം വന്നപ്പോഴേ മോനെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പം തന്നെ നടത്താമല്ലോ. അതിനെന്താ ഇപ്പം നിനക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ നിക്കാഹ് കഴിച്ചിടാം. അതിൻ്റെ ഇഷ്ടം പോലെ 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം ആക്കുക, അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം നിക്കാഹ് കഴിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, കല്യാണം ഉണ്ടാക്കുക, അതാണ് ഇഷ്ടം. അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. ഉമ്മ നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയായിരുന്നു? ഹബീബിൻ്റെ കല്യാണം അല്ലേ? നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25ാമത്തെ വയസ്സിലായിരുന്നു വിവാഹിതനായിരുന്നത്. അപ്പോൾ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മോനെ നീ ചരിത്രമൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം? അതെ ഉമ്മ, ഞാൻ പറയാം. അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കല്യാണം കഴിച്ചത് അതായത് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു യുവതിയെയായിരുന്നു. ഉമ്മക്കറിയില്ലേ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആ മോനെ, ശരിയാണ്. അത് നമ്മുടെ മുത്ത് ഹബീബിൻ്റെ അത്ഭുതം കണ്ടിട്ടല്ലേ അവർ വിവാഹം കഴിക്കുവാൻ വേണ്ടി തുനിഞ്ഞത്. കച്ചവടങ്ങൾ ഏൽപ്പിക്കുകയും അതിൽ കൂടുതൽ ലാഭം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ഖദീജ ബീവി ആകൃഷ്ടയായി. അങ്ങനെയാണല്ലോ അല്ലേ ഉമ്മ? അപ്പോൾ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു വിവാഹം ഒക്കെ കഴിഞ്ഞ് 2 വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഖദീജ ബീവിയുടേത് അല്ലേ? പിന്നെയാണ് ഹബീബിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹബീബ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മോനെ നീ എന്താടീ പറയുന്നത്? അല്ല എന്താ നീ പറഞ്ഞ് എനിക്ക്? അല്ലുമ്മ, നമുക്ക് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണല്ലോ. അപ്പോൾ ഹബീബിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ മോനെ ജീവിക്കേണ്ടത്. എന്താ സംശയം? ഉറപ്പല്ലേ? അപ്പോൾ ഉമ്മ, എനിക്ക് ഉമ്മയോടൊരു കാര്യം ശരിക്കും പറയാനുണ്ട്. അത് മോൻ്റെ കാര്യം എനിക്കറിയാം. മോൻ പറഞ്ഞതല്ലേ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, അത് നോക്കണമെന്ന്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചതാണല്ലോ. അല്ലെങ്കിലും ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും നമുക്ക് ശരിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണെന്ന് വെച്ചാൽ എന്താണ് കല്യാണം അന്വേഷിക്കുമ്പോഴൊക്കെ കിട്ടുന്ന പെൺകുട്ടികളെന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പെൺകുട്ടികളുടെ പാൻറ്റൊക്കെ, ചുരിദാറിൻ്റെ പാൻറ്റായാലും എന്തൊക്കെ തന്നെയായാലും ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇതാ നെരിയാണിൻ്റെ മേലേക്ക് കയറി എന്താണ് ആകെ ഒരു കോലക്കേടാണ് ഈ കുട്ടികളെ കാണുമ്പോൾ. അതും തലയിലൊന്നും ശരിക്ക് തട്ടം പോലും ഇടാതെ ഷോളിങ്ങനെ കഴുത്തിലിട്ട് ചെറിയൊരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് നടക്കുക. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെ, പാൻറ്റും ഷർട്ടും, അത് ഇറക്കമില്ലാത്ത പാൻറ്റാണ് എല്ലാവരും ധരിക്കുന്നത്. ഇനിയിപ്പോൾ മോനെ നമ്മൾ പെൺകുട്ടികളൊക്കെ നോക്കുകയാണെങ്കിലും അങ്ങനത്തെ ഫാഷനുള്ള പെൺകുട്ടികളെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം കിട്ടൂല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മോൻ്റെ തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയെ എന്ന്. ഉമ്മ അതെല്ലാം ശരിയാണ്. ഓക്കെ, ഞാൻ അതനുസരിച്ച് തന്നെയാണ് അതെല്ലാം കണ്ടുപിടിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ പറയുന്ന വസ്ത്രധാരണമൊന്നും അവരുപയോഗിക്കില്ല, പിന്നെ നമ്മളോട് ദേഷ്യമാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉമ്മ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇനി എന്താ? ഉമ്മ, ഞാൻ സ്നേഹിച്ച പെണ്ണ്, അവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞതാണ്. ആദ്യം വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണാണ്. അതെ, ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ 2ാം വിവാഹമായിരിക്കും. മോനെ, ഉമ്മ ഞെട്ടിപ്പോയി. എന്താ മോനെ നീ പറയുന്നത്? നീ ചെറിയ ചെക്കനാണ്, വിവാഹം ആദ്യമായിട്ട് നോക്കുകയാണ്, വേറെ ഒന്നിലും പെട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അത്രക്കും ഹയറായ മോനാണ് എൻ്റെ മോന്.
അപ്പോൾ ഒരു രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിക്കേ? എന്താ മോനെ ഈ പറയണത്? ഞാനാണെങ്കിൽ സാജിനോടൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഹേയ് മോനെ വേണ്ട, ഒരിക്കലും. ഉമ്മ. ഷമ്മാസ് ദയയോടെ ഉമ്മയെ വിളിച്ചു. ഉമ്മ, വേണ്ട മോനെ, ഇതിനെനിക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ശരിയാണ്, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്നിട്ടുണ്ട്. എനിക്കെപ്പോഴും താങ്ങും തണലായോ കൊണ്ട് നീയും നിന്നിട്ടുണ്ട്. പക്ഷേ ഒരു രണ്ടാം കെട്ടുകാരിയെ എൻ്റെ മോനെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കുട്ടിക്ക് നല്ല ഫ്രഷ് പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അല്ലാതെ ഒരിക്കലും എൻ്റെ മോന് ഒരു രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിക്കുന്നത് ഈ ഉമ്മാക്ക് സഹിക്കില്ല. സത്യമായിട്ടും. എടാ, എല്ലാവരും നിന്നെ കളിയാക്കൂലേ ഒന്നുമില്ലെങ്കിൽ? ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ പറയൂലേ? എന്ത് നീ പറയണത്? നിനക്കെന്താ ഈ ലോകത്തിൽ എത്രയോ പെൺകുട്ടികൾ നിനക്ക് വേണ്ടി ക്യൂ നിൽക്കായിരിക്കും. എൻ്റെ കുട്ടിക്ക് എന്താ ഗ്ലാമർ ഇല്ലേ? എൻ്റെ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു ഐശ്വര്യമാണ്. നിനക്കെന്താ ജോലിയില്ലേ? പൈസയില്ലേ? സമ്പത്തില്ലേ? എല്ലാമുണ്ട്. സൗന്ദര്യമില്ലേ? ദീനില്ലേ? എല്ലാം ഉണ്ടായിട്ടും നീ ഇങ്ങനെ ഒരു രണ്ടാം കെട്ടുകാരിയെ കെട്ടുന്നൊക്കെ പറഞ്ഞാൽ, ഹേയ് മോനെ, അത് ഉമ്മക്ക് കഴിയൂലടാ. എൻ്റെ കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കും. നീ പറഞ്ഞ ഒരു ഇജാബി, അത് അവൾ ഉമ്മ കരുതിയത് അത് തീരെ കെട്ടിക്കാത്ത പെണ്ണാണെന്നാണ്. സത്യമായിട്ടും അതുകൊണ്ടാണ് ഈ ഉമ്മ സമ്മതം മൂളിയതും മോൻ എന്താണ് പറഞ്ഞത് അത് നടത്തി തരാമെന്ന് പറഞ്ഞതും. സത്യമായിട്ടും മോനെ. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം പിടച്ചു. ഇല്ല, എൻ്റെ പൊന്നു മോൻക്ക് ഒരു രണ്ടാം കെട്ടുകാരിയെ. ഹേയ്, എന്താ പഠിച്ചോനെ ഇവൻ്റെ കഥ? മോനെ ഇവിടെ വന്നേ. ഷമ്മാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ നടക്കുന്നു. മോനെ, നിനക്ക് എന്താടാ പറ്റിയത്? നിനക്ക് എത്ര വയസ്സ്? വെറും 23 വയസ്സാണ് നിനക്ക്. അതൊന്നും ഒരിക്കലും ഒരു ഏറെയല്ല. അത് പലരും 24-ലും 25-ലും 28-ലും വരെ കെട്ടുന്നവരുണ്ട്. എൻ്റെ കുട്ടിക്ക് അതൊന്നും ഏറിയിട്ടില്ലല്ലോ. പക്ഷേ നീയെ ഒരു രണ്ടാം കെട്ടുകാരിയെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ, ഹായ്, അത് മോനെ ഈ ഉമ്മാക്ക് സഹിക്കണില്ല കേട്ടോ. ഇനി അതല്ല, ഉമ്മാക്ക് ഇഷ്ടമല്ലാതെ എൻ്റെ മോൻക്ക് അവൾ അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മ ഒന്നും എതിര് പറയുന്നില്ല. കാരണം എൻ്റെ കുട്ടി എല്ലാം എൻ്റെ ഇഷ്ടത്തിന് നിന്നതാണ്. പക്ഷേ ഉമ്മാക്ക് അത് സമ്മതമല്ലടാ. മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഹേയ് ഉമ്മ, വേണ്ട. എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ലാത്തത് ഞാനെങ്ങനെ ചെയ്യാം? എൻ്റെ ഉമ്മയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കിയെന്ന് മാത്രം. സത്യമായിട്ടും ഇല്ലുമ്മ, വേണ്ട. ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചെന്നാൽ ഞാൻ ആലോചിക്കുന്നില്ല. ഉമ്മക്കും സങ്കടമായി, ഷമ്മാസിനും സങ്കടമായി. ഉമ്മ കണ്ണീർ തോർത്തിക്കൊണ്ട് അകത്തേക്ക് പോയി. നവാസ് അത് കണ്ട് ചോദിച്ചു, എന്തുമ്മ മുഖം വല്ലാതിരിക്കുന്നു? ഹേയ്, ഒന്നുമില്ല മോനെ. ഷമ്മാസിനും നല്ല സങ്കടമുണ്ട്. നവാസിന് എന്തൊക്കെയോ ഒരു ഡൗട്ട്. എന്താപ്പോൾ ഇവർ രണ്ടുപേർക്കൊരു മൂകത? എന്താണാവോ? അവൻ ഷമ്മാസിനോട് പറഞ്ഞു, ഷമ്മാസേ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നോക്കിയാലോ? അവിടെ ഇവിടെ ഒരു കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇക്കാക്ക, തൽക്കാലം ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നോക്കാം. എന്താടാ, എന്തു പറ്റി? ഞങ്ങൾക്ക് കല്യാണത്തിന് കൂടേണ്ടതല്ലേ? അല്ല, അത്. ഷമ്മാസും അകത്തേക്ക് പോയി. അപ്പോഴതാ ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മയുടെ. ആരാ? സാജി. ഹലോ ഉമ്മ, എപ്പോഴാണ് ഞങ്ങളവിടെ വരേണ്ടത്? ഞങ്ങൾ അവിടുന്ന് കയറുകയാണ്. എവിടെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ? അതോ പോണില്ലേ? ഓ മാത്രം പോയി കാണുകയാണോ? എന്താണ്? അല്ലെങ്കിൽ കാക്കാർ പോയി കണ്ടോട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ പോവാതിരിക്കില്ലേ നല്ലത്? എന്ത് മങ്ങളൊന്നും മിണ്ടാത്ത്? സാജിയെ, അത് പറ്റൂലടി. എന്തമ്മ? ഓനക്ക് ഇഷ്ടപ്പെട്ട ഹിജാബ് ഇട്ട പെണ്ണൊക്കെ പറഞ്ഞിട്ട് എനിക്കും ആദ്യം വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം പഠിച്ചു. എല്ലാവരും അങ്ങനെ ആയി വന്നപ്പോഴേ ഇപ്പം തോന്നുക നല്ല കുട്ടികളെ തന്നെ മതി. നമ്മളെ നുസൈബാനെ പോലൊക്കെ ഉള്ളത്. ഓളുണ്ടായിരുന്ന എന്തൊരു ഐശ്വര്യനോ, ഇപ്പം ഇല്ലല്ലോ. ഇപ്പം എനിക്ക് ഇതിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനും ഇതാ ഷാളൊക്കെ കുത്തിയിട്ട് തന്നെ നടക്കല. ആദ്യത്തെ പോലെ അത്ര ഫാഷനിലൊന്നല്ല.
അതുകൊണ്ടേ കാര്യമുള്ളൂ കുറച്ച് നല്ല രീതിയിൽ നടന്നാൽ അല്ലേ ഉമ്മ? ആ മോളെ. അല്ല എന്നിട്ട് എന്ത് ദൂരം കൂടുതലാ? പറ്റിയില്ലേ? എന്ത് സംഭവം? സാജിദ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നു. അതിൽ ഉമ്മ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം തകർന്നു പോയി. ഒരിക്കലും എൻ്റെ മോനെക്കുറിച്ച് അങ്ങനെ മോശമായി ഞാൻ പറയരുത്. എടി, നിൻ്റെ ആങ്ങളെ കണ്ടുപിടിച്ചത് ഒരു രണ്ടാം കെട്ടുകാരിയാണെന്ന്. ഹേയ്, അങ്ങനെ ഞാൻ പറയൂല. എൻ്റെ മോൻ ഷമ്മാസ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. എന്നെ ഒരിക്കലും വേദനിപ്പിക്കാത്തതാണ് അവന്. ഇത് കേട്ടപ്പോൾ മാത്രം മനസ്സൊന്ന് വേദനിച്ചു. കാരണം അവന് പറ്റിയ ഒരു പിഴവോർത്ത്. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കണത്? ഒന്ന് കാര്യം പറയേ. വരണ്ടേ പറയേ. മോളെ ഈ പോര്. തൽക്കാലം പെണ്ണ് കാണാൻ നമുക്ക് പിന്നെ പോകാം. എന്തേ ഉമ്മ പെട്ടെന്ന് തീരുമാനം മാറിയത്? നല്ല രീതിയിലല്ല എന്നോട് കുറച്ച് നേരത്തെ വിളിച്ചു പറഞ്ഞത്. എന്ത് പറ്റി? സാജിയെ ഒന്നുമില്ല, അതെന്തോ പ്രശ്നം പറഞ്ഞ് അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചിരിക്കണം. ഇൻഷാ അല്ലാ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ വിളിക്കുക. പിന്നെ നവാസിൻ്റെ കെയർ ഓഫ് ഇതുപോലെ കുടുംബക്കാരോ ആരൊക്കെ ജ്യേഷ്ഠൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഓരോട് അന്വേഷിച്ചിരിക്കണ്. പറ്റുകയാണെങ്കിൽ നമുക്ക് ഹൈറാണെങ്കിൽ പോയേക്കാലോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ ഫോൺ വെച്ചു. പഠിച്ചവനെ, ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല. അവനെ കൊണ്ട്, എൻ്റെ ഷമ്മാസിനെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും പഠിച്ചോലെ, എൻ്റെ കുട്ടി കണ്ടുപിടിച്ചതെന്താ ഇങ്ങനെയായിപ്പോയത്? അല്ലെങ്കിലും എന്താപ്പോ അങ്ങനെ കെട്ടാൻ കാരണം എനിക്കറിയില്ലേ. ഓന് റസൂലിൻ്റെയൊക്കെ ചരിത്രം കുറച്ച് പറഞ്ഞു തന്നു. അതെ, അതൊക്കെ ശരിയാണ്. ആലോചിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. നമുക്ക് ഓരോന്ന് പഠിച്ചോ വിധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നിട്ടിപ്പോൾ എന്താ, ഖദീജ ബീവി നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം നോക്കി, എത്ര നല്ല രീതിയിൽ ഒരു ഉമ്മയുടെ സ്നേഹവും ഒരു ഭാര്യയുടെ സ്നേഹവും എല്ലാം ഖദീജ ബീവി നൽകി. ഇറാ ഗുഹയിലൊക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുമ്പോൾ ആ ഭക്ഷണവുമായി 2-3 സമയം കയറുന്നത് അതൊക്കെ ഖദീജ ബീവി തന്നെയാണ്. ശരിയാണ്, അതൊക്കെ ഒരു മാതൃക തന്നെയാണ്. എൻ്റെ കുട്ടി അതൊക്കെയാണ് വിചാരിച്ചത്. കാരണം അത്രക്കും നല്ലൊരു രീതിയിലുള്ള ഭാര്യ എന്നായിരിക്കും എൻ്റെ കുട്ടി വിചാരിച്ചത്. പഠിച്ചവനെ, പക്ഷേ രണ്ടാം കെട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പിന്നെ നമ്മൾക്കൊന്നും ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ട പോലെ. അന്ന് ഷമ്മാസ് ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ, വല്ലാത്തൊരു കനം. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പൊന്നുമോന് ഉമ്മയോട് ദേഷ്യമുണ്ടോ? ഇല്ലുമ്മ. അല്ലെങ്കിലും എൻ്റെ ഉമ്മ എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഉമ്മയോട് ദേഷ്യപ്പെടില്ലല്ലോ. ഉമ്മ, എൻ്റെ കൂടെ ഷോപ്പിൽ പോയിരുന്നോ? മോനെ, ഞാനില്ലടാ, ഞാൻ നാളെ വരാം. അതല്ലേ നല്ലത്. ഉമ്മ വേണമെങ്കിൽ ഇന്ന് പോരൂ. വേണ്ട മോനെ, നാളെ വരാട്ടോ. ഇന്ന് ഉമ്മ ഒരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഉമ്മ അന്ന് വന്നതല്ലേ, കുറേ ആയാലും വന്നിട്ട്. വരി, ഷോപ്പിൽ വന്നിരിക്കാം. ഷമ്മാസിൻ്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ടായിരുന്നു. അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എങ്കിലും ഉമ്മയോടത് കാണിച്ചില്ല. ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു തന്നെ അവൻ സംസാരിച്ചു. ഉമ്മ, എന്നാൽ ശരിട്ടോ. ഉമ്മ സലാം മടക്കി. അതാ ഷമ്മാസ് കാറിൽ കയറി പോകുന്നു. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവൻക്ക് ആ കാർ ഡ്രൈവ് ചെയ്യാൻ തന്നെ വല്ലാത്തൊരു പ്രയാസം തോന്നി. കുറച്ച് ചെന്നപ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മരത്തിന് ചുവട്ടിൽ അതാ കാറ് പാർക്ക് ചെയ്തു. ഷമ്മാസ് വാഹനത്തിൽ നിന്നിറങ്ങി മുഖം നന്നായി ഒന്ന് കഴുകി. പക്ഷേ നിയന്ത്രണം കിട്ടുന്നില്ല. അത് വല്ലാതെ അങ്ങ് അവളെ ആദ്യം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് ഭർത്താവുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സത്യമായിട്ടും അള്ളാഹുവിനോട് ഒരുപാട് പശ്ചാത്തപിച്ച് മടങ്ങി. അള്ളാഹ്, നീ പുറത്തു തരണം റഹ്മാനെ, അറിയാതെ സ്നേഹിച്ചു പോയതാണ് എന്ന് പറഞ്ഞ്. പക്ഷെ വീണ്ടും ആ സാറ് പറഞ്ഞു അവളെ ഉപേക്ഷിച്ചിട്ടുണ്ട് അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ദയയും സ്നേഹവും അവളോട് തോന്നുകയാണ്. എന്തെന്നില്ലാത്തൊരിഷ്ടം, വല്ലാത്തൊരു ദയ. എന്തുകൊണ്ടാണ് അവൻ ഒഴിവാക്കിയത്? അങ്ങനെയെങ്കിൽ ഞാൻ അവളെ സംരക്ഷിക്കും നല്ല രീതിയിൽ, എൻ്റെ ബീവിയായിട്ട്.
എന്നൊക്കെ പലതും മനസ്സിലങ്ങ് വിചാരിച്ചു പോയി, പലതും ചിന്തിച്ചു പോയി. അല്ലാ, എന്താ ഞാൻ ചെയ്യുക? ഇപ്പോഴിതാ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അതൊട്ടും താല്പര്യമില്ല. ഉമ്മാക്ക് താല്പര്യമില്ലാത്തത് ഒന്നുകൊണ്ടുമല്ല, തൻ്റെ മകനെ ഒരു രണ്ടാം കെട്ടുകാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏതൊരു ഉമ്മക്കും ഉപ്പക്കും സഹിക്കാത്ത കാര്യമാണ്. ഹേയ്, ഫ്രഷായ എൻ്റെ മകനെ, ഹേയ്, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. ഉമ്മ പറഞ്ഞ വാക്കുകൾ അത് അവൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് ആഴത്തിൽ പതിഞ്ഞു. അല്ലാ, എന്താണിത് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ? ഒന്ന് ശരിയാകുമ്പോൾ ഒന്ന് വല്ലാത്ത ടെൻഷനാകുന്നു. ഹേയ്, അതൊന്നും ഉണ്ടാവില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഷമ്മാസദ വീണ്ടും വാഹനത്തിൽ കയറുന്നു. അള്ളാഹുവേ, ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. എല്ലാം നിൻ്റെ കൈകളിലാണ്. അല്ലാ, ഹയറാണെങ്കിൽ, ആ പെൺകുട്ടി എനിക്ക് ഹയറാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ സമ്മതപ്രകാരം അത് നീ എനിക്ക് തരണം. ഞാൻ അത്രക്കും ആഗ്രഹിച്ചു പോയി അല്ലാ. എൻ്റെ മനസ്സിൽ ആ ഹിജാബിയുടെ കണ്ണുകൾ അത് വല്ലാതെ അങ്ങ് പതിഞ്ഞിട്ടുണ്ട് അല്ലാ. ഷമ്മാസ് അതാ ഷോപ്പിലെത്തി. സ്റ്റാഫുകളോട് സലാം പറഞ്ഞുകൊണ്ട് കയറി. വാലേക്കും മുസ്സലാം. എല്ലാവരും ഒരുമിച്ച്. എന്താ ബോസിൻ്റെ മുഖത്തൊരു എന്തോ ഒരു വാട്ടം? അതിൽ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ മുഖത്ത് എന്തുണ്ടെങ്കിലും നീ അത് കണ്ടുപിടിക്കാൻ ഉഷാറാണല്ലോ. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലേ, നിങ്ങളുടെ മനസ്സ് അത് മുഖത്ത് കണ്ടാലറിയും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴേക്കും എല്ലാ സ്റ്റാഫും അടുത്തേക്ക് വന്നു. എന്തു പറ്റി മുതലാളി? ഇന്നെന്താ ടെൻഷനിലാണല്ലോ? ഹേയ്, ഒന്നുമില്ലടാ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ചില സമയത്ത് അള്ളാഹു നമുക്ക് സന്തോഷം തരും, ചില സമയത്ത് ദുഃഖം തരും. അതിലൊക്കെ നമ്മൾ ക്ഷമിക്കണമല്ലോ. അല്ലാതെ അത് ശരിയാണ്. നമ്മുടെ മുതലാളിൻ്റെ കീഴിൽ നമ്മൾ പണിക്ക് വന്നപ്പോഴേ ഇവിടെ സ്റ്റാഫായി നിൽക്കൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല അറിവുകളും പഠിക്കുന്നുണ്ട്. ഷമ്മാസ് പുഞ്ചിരിച്ചു. പക്ഷേ അതിനിടയിലൂടെ ആ ഒരു കണ്ണീര് ഷമ്മാസിന് വരുന്നുണ്ടായിരുന്നു. വെറുതെ ആ കോളേജിൻ്റെ അടുത്തേക്ക് നോക്കി. അതാ ആ ബസ് ഇപ്പോൾ വരും. അല്ലാ, ഇനിയും ഞാൻ കരുതി കൂട്ടിക്കൊണ്ട് അത് അവളെ അറിയാതെ നോക്കിപ്പോകുന്നത് ശരിയല്ല. എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്താൽ തന്നെ എന്തിന്? ഉമ്മയുടെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം അതെങ്ങനെ മുന്നോട്ട് പോകും? സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഉമ്മമാരുടെ പ്രാർത്ഥന വേണം. അതില്ലാതെ എങ്ങനെ? ഹേയ്, എനിക്ക് അതിന് അർഹതയില്ല ഒരിക്കലും. ഒരാളുടെ ഭാര്യയാണ് എന്നറിഞ്ഞിട്ടും ഞാൻ പഠിച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പൊറുക്കലിനെ തേടി. പക്ഷേ ഇപ്പോൾ അവളെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോഴും മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചിരുന്നു അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉമ്മയോട് പറഞ്ഞപ്പോൾ കേട്ട മറുപടി, ഇല്ല, ഇനി ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. സത്യമായിട്ടും. ഷമ്മാസ് തല താഴ്ത്തിയിരുന്നു. തല പൊക്കിക്കഴിഞ്ഞാൽ അത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന അവളെ കാണും. അറിയാതെ നോക്കിപ്പോകും. ശരിയാണ്, അത് കണ്ണിലങ്ങ് പതിഞ്ഞ് ശീലമായിപ്പോയി. എന്താ ചെയ്യുക? പതിവ് പോലെ കൃത്യസമയമായപ്പോൾ അതാ ബസ് ഷോപ്പിന് മുമ്പിൽ നിർത്തുന്നു. ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അതിനിടയിൽ ഹിജാബിയും ഇറങ്ങുന്നുണ്ടാകും. ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഷമ്മാസ് ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല. ഷമ്മാസ് തലയും താഴ്ത്തിയിരുന്നു തൻ്റെ കസേരയിൽ. സ്റ്റാഫ് ചോദിച്ചു, എന്തു പറ്റി മുതലാളി? ഇന്നെന്താ മുഖം പൊക്കുന്നേ ഇല്ലല്ലോ, എന്തു പറ്റി? ആരൊക്കെയോ അതാ ഷോപ്പിലേക്ക് അതിനിടയ്ക്ക് കയറി വരുന്നു. പലരും പലതും ചോദിക്കുന്നു. പെട്ടെന്ന് ഒരു കേട്ട പരിചയമുള്ള സൗണ്ട്. ഷമ്മാസ്ക, ഹേയ്, എന്തപ്പോൾ ഇതിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കണേ? അത് ഷിഫയാണ്. ഏയ്, ഒന്നുമില്ല, അത് ചെറിയൊരു എന്താ ഹെഡേക്ക് ഉണ്ടോ? ഇതാരെ വന്നിക്കണ നോക്ക് എൻ്റെ ബാക്കിൽ. ഷമ്മാസ് ഞെട്ടിപ്പോയി. പടച്ചോനെ, അതാ ആ ഹിജാബി, ആ മനോഹരമായ കണ്ണുകളുള്ള ആ ഹിജാബി അവളുടെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അറിയാതെ ഷമ്മാസിൻ്റെ കണ്ണുകൾ ഹിജാബിയുടെ കണ്ണുമായി ഒന്നിടഞ്ഞു. അതെ, ആ മനോഹരമായ വെള്ളാരം കണ്ണുകൾ. ഷമ്മാസ് പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ താഴ്ത്തി. ഇല്ല, അതെനിക്കൊരിക്കലും അവകാശപ്പെട്ടതല്ല.
ഉമ്മാക്ക് ഇഷ്ടമാവില്ല. വേണ്ട. എന്താ ഷമ്മാസ്ക നിങ്ങളിങ്ങനെ ഒരു മൂഡ് ഓഫ് തന്നെ വീണ്ടും? അവൾ വീണ്ടും ചോദിച്ചു. നിങ്ങൾക്ക് ഇവളോട് എന്താ ചോദിക്കാല്ലേ ഹിജാബിയോട്? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോഴേക്കും ഹിജാബി പിറകിലോട്ട് മാറിയിരുന്നു. ഷിഫ, നീ എന്താ പെണ്ണെ പറയുന്നത്? നീ എന്താ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. നീ അല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്? എന്തോ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്? ഷിഫ പറഞ്ഞു. എടി അതൊക്കെ ഉണ്ട് മോളെ. ഒരു കാര്യം പറയാനുണ്ട് ഷമ്മാസിനോട് നിന്നെക്കുറിച്ച്. എന്താടി? ഹേയ് ഒന്നുമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, അതൊന്നും കുഴപ്പമില്ല. ഷിഫ, ഞാൻ പോകുകയാണ്ടി ക്ലാസ്സിലേക്ക്. അവിടെ നില്ലേടി. അപ്പോഴേക്കും ഹിജാബി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഷമ്മാസ് ഒരു നിമിഷം തല ഉയർത്തി നോക്കി. പിന്നാലെ ഷിഫയും പോയിട്ടുണ്ട്. പഠിച്ചോനെ, മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും. പക്ഷേ മറക്കാൻ ശ്രമിക്കുന്ന അവൾ എൻ്റെ കൺമുമ്പിലേക്ക് വന്നു. അതെ, അവളുടെ മനോഹരമായ കണ്ണുകൾ ഞാൻ വീണ്ടും കണ്ടു. അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ പുറത്തു തരണം റഹ്മാനെ. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ അപ്പോഴേക്കും അത് വല്ലാതെ അങ്ങ് ആഴ്ന്നിറങ്ങിയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ഹിജാബി ഷമ്മാസിൻ്റെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു.